നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട അർജന്റീന തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. 1-3 ഗോളുകൾക്കായിരുന്നു ഇറാഖിനെ അവർ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരങ്ങളായ തിയാഗോ അൽമേഡ, അതുപോലെ തന്നെ എക്കി ഫെർണാണ്ടസ്, ഗോണ്ടോ എന്നിവർ നേടിയ ഗോളുകളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. 2 അസിസ്റ്റുകൾ നേടിക്കൊണ്ട് സൂപ്പർ താരം ഹൂലിയൻ ആൽവരസും ഈ ഒരു മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയോടായിരുന്നു അർജന്റീന പരാജയപ്പെട്ടിരുന്നത്. പക്ഷേ വിജയം ഇപ്പോൾ നേടിക്കൊണ്ട് 3 പോയിന്റുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളത് അർജന്റീനയാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഉക്രൈൻ മൊറോക്കോയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ടീമുകൾക്കും ഇപ്പോൾ 3 പോയിന്റുകൾ വീതമായി. പക്ഷേ ഗോൾ ഡിഫറൻസിൽ മുന്നിലുള്ള അർജന്റീന 1-ാം സ്ഥാനത്ത് എത്തുകയായിരുന്നു. നിലവിൽ ഈ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും ഒരുപോലെ ക്വാർട്ടർ സാധ്യതകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അർജന്റീനയുടെ അവസാനത്തെ മത്സരം ഉക്രൈനെതിരെയാണ്. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. അതല്ല, സമനിലയോ തോൽവിയോ ആണ് വഴങ്ങുന്നതെങ്കിൽ പിന്നീട് അവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുക. ഗ്രൂപ്പിൽ നടക്കുന്ന മറ്റൊരു മത്സരമായ ഇറാഖ് വേഴ്സസ് മൊറോക്കോ മത്സരത്തെ ആശ്രയിച്ചായിരിക്കും അർജന്റീനയുടെ സാധ്യതകൾ നിലകൊള്ളുക. അർജന്റീന ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ അടുത്ത മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ആദ്യ 2 സ്ഥാനക്കാർ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുക. ഇനി പോയിന്റുകൾ തുല്യമായി കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കുക ഗോൾ ഡിഫറൻസ് ആണ്. അത് ഒരുപോലെയായാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമിനെ പരിഗണിക്കും. അതും ഒരുപോലെയായാൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീമിനെയാണ് പരിഗണിക്കുക. അതിനുശേഷം പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഏറ്റവും കൂടുതലുള്ള ആ ഒരു ഗോൾ ഡിഫറൻസ് ആണ് പരിഗണിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ കടന്നു വരുന്നത്. ഏതായാലും നിലവിൽ അർജന്റീനക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. കാരണം അവരാണ് ഇപ്പോൾ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.